ഞാൻ കരുതുന്നത് ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആര് അല്ലെങ്കിൽ UDF-ൽ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നത് പോലെ അല്ലല്ലോ എല്ലാ കാലവും CPM-ൽ ഇടത് പാർട്ടികളിൽ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഈ നേതൃസ്ഥാനത്തേക്ക് വരേണ്ട ആളുകളെയൊന്നും തീരുമാനിക്കുന്നത് അത് പൂർണ്ണമായും സംഘടനാ തീരുമാനത്തിന്റെ സംഘടനാ സംവിധാനത്തിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഒരു മുഖ്യമന്ത്രി ആയിരിക്കുക എന്നുള്ളത് അതൊരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഡിപ്ലോമസിയാണ് വേണ്ടതെങ്കിൽ പ്രതിപക്ഷത്തെ നയിക്കേണ്ട ആൾക്ക് വേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തൊരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ആ സംവിധാനത്തെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാനാകും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ നിലയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, നയിക്കാനുള്ള ക്വാളിറ്റി, ഇപ്പോൾ ചിലപ്പോൾ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരാൾ അതുവരെ ഉണ്ടായിരുന്ന ശൈലി മാറി അല്പം കൂടി അഗ്രസീവായി എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഇടപെടൽ നടത്താൻ കഴിയുന്ന നിലയിലേക്ക് മാറുമായിരിക്കും, അതറിയില്ല. പക്ഷേ എങ്കിൽ പോലും ആ സ്ഥാനത്തേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ചും എന്താണ് അവസ്ഥ? പൊതുവിൽ CPIM ഇടതുപക്ഷം വലിയ നിലയിലുള്ള പരാജയം ഏറ്റുവാങ്ങി തിരിച്ചടി നേരിട്ടു, മുന്നോട്ട് വെച്ച നയങ്ങളിലടക്കം തെറ്റായ സമീപനം ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി നിൽക്കുന്ന ഒരു സമയത്ത് അതിൽ നിന്നാണല്ലോ ഈ ഇടത് ഹാൻഡിലുകളിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങൾ ഉയരുകയും പല തെറ്റായ പ്രവണതകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി എന്ന വിലയിരുത്തലുകൾ വരികയും ചെയ്തത്. അപ്പോൾ ആ സമയത്ത് കൂടിയാണ് പ്രതിപക്ഷത്തെ ആരു നയിക്കുമെന്നൊരു സുപ്രധാനമായ തീരുമാനം ഇടതുപക്ഷത്തു നിന്നും CPIM-ൽ നിന്നും വരാൻ പോകുന്നത്. അപ്പോൾ ആ തീരുമാനത്തിന് തന്നെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നിലയിൽ അഭിപ്രായ ഭിന്നതകളോ ആശങ്കകളോ ആകുലതകളോ ഉള്ള ഈ അണികളെ സംഘടിപ്പിച്ച് നിർത്തുക, ചേർത്ത് നിർത്തുക എന്നൊരു വലിയ ഉത്തരവാദിത്തം ആരാണ് പ്രതിപക്ഷ നേതാവെന്ന തീരുമാനത്തിന് തന്നെയുണ്ട്. അപ്പോൾ അത്രയും പ്രസക്തമായ ഒരു കാര്യമാണ് അതാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ തന്നെ വരികയും വേണം. അതിലിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ പിണറായി വിജയനാണോ KN ബാലഗോപാലാണോ? ഇവിടെ ഇപ്പോൾ എന്തായാലും ഓപ്ഷൻസ് പരിമിതമാണ്. ജയിച്ചു വന്നിട്ടുള്ള ആളുകൾ പരിമിതമായതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് പരിമിതമാണ്. അണികളെ ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്തം പാർട്ടി സെക്രട്ടറിക്ക് ആവില്ലേ? ഞാൻ പറഞ്ഞു ഇപ്പം വർഷം പറഞ്ഞാൽ ഈ ചോയ്സ് കുറവാണ്. അല്ല, ഞാൻ പറയുന്നത് ഹാഷ്മി, അണികളെ ചേർത്ത് നിർത്തുക എന്നൊരർത്ഥം എന്ന് പറയുന്നാൽ ഈ വിഘടിച്ച് ഇപ്പോൾ ഇതിന് പിന്നാലെ എന്താണ് സംഭവിച്ചത്? സോഷ്യൽ മീഡിയ പേജുകളിലടക്കം വലിയ നിലയിൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ തീരുമാനങ്ങളിൽ തെറ്റ് ഉണ്ടായി, സമീപനങ്ങളിൽ തെറ്റുണ്ടായി എന്ന് ആളുകൾ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി ആദ്യം മുതൽ പുതുതായി ഒരു ഉടച്ചുവാർക്കൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിൽ ഇപ്പോൾ സംഘടനാ സംവിധാനത്തിൽ വരാൻ പോകുന്ന മാറ്റം അത് ഉണ്ടാകില്ല, അടുത്ത കാലത്ത് ഉണ്ടാകില്ല. പാർട്ടി ഞാൻ പറഞ്ഞ അത് പാർട്ടി ഉത്തരവാദിത്തമല്ല. ഇപ്പം നമ്മൾ LOP-യിലേക്ക് വരുമ്പോഴേക്കും സംഭവിക്കുന്നത് അവിടെ ചോയ്സ് കുറവാണ്. ആകെ ഉള്ളത് ബാലഗോപാൽ, റിയാസ്, സജി ചെറിയാനൊക്കെയാണുള്ളത്. അതെ, ആ ചോയ്സ് കുറവാണ്. അപ്പോൾ ആ ചോയ്സിൽ നിന്ന് ആരെ തീരുമാനിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്നുള്ളത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ അത് ഒരു പുത്തൻ ഉണർവ് നൽകാൻ ആദ്യം ആ തീരുമാനത്തിന് കഴിയണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സംഘടനാ സംവിധാനത്തിലടക്കം മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര എളുപ്പമല്ല. ഈ സമ്മേളനങ്ങളിലൂടെ അങ്ങനെ ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോകേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയല്ലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകണം. അതിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള ആശങ്കകളെ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളെ പരിഗണിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തം ഈ പ്രതിപക്ഷത്തെ ആര് നയിക്കുമെന്നുള്ള തീരുമാനത്തിനുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ആ തീരുമാനം എടുക്കാൻ പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും യോഗ്യനായ പിണറായി വിജയൻ തന്നെയാണ്. ഇനി മറ്റൊരു മെസ്സേജ് കൂടി ഉണ്ട് അതിന്. അതായത് ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, അതുകൊണ്ടാണ് ഇത്ര വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ കൂടിയുണ്ടല്ലോ. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ പിണറായി വിജയൻ എന്നത് മാത്രമായിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ട അഭിപ്രായം. മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് മാത്രമാണോ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പാർലമെന്ററി സംവിധാനത്തെ കാണുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ മാറി നിന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നത് ആ നിലയിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പദവിയാണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും അവിടെ ഉയർന്നു വരും. അപ്പോൾ അതിനെയൊക്കെ അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ അവർ പോകണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എന്തായാലും അടുത്ത 5 കൊല്ലം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും CPM-ഉം ഏതു വഴിക്ക് സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ഫ്ലോർ കൂടിയായിരിക്കും നിയമസഭ എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും പരിചയസമ്പന്നനായ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഒരുപാട് കാലം പ്രവർത്തന പരിചയമുള്ള പിണറായിയെ പോലെ ഒരാൾ ആ കസേരയിൽ ഉണ്ടാകുന്നതായിരിക്കും പാർട്ടിക്ക് തൽക്കാലം ഏറ്റവും ഗുണം ചെയ്യുക എന്നാണ് തോന്നുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അന്തിമമായി ഇത് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. KN ബാലഗോപാൽ വേണോ പിണറായി വിജയൻ വേണോ എന്ന കാര്യത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.